ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. മോളെ, എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് കഴിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞാൽ തീരുമില്ല പ്രശ്നമല്ല. തീരും. അത് കഴിഞ്ഞ് എല്ലാം തീരും. അല്ലെങ്കിൽ ഞാനത് തീർക്കും. എന്താ മമ്മി, എങ്ങനെയുണ്ട് അവരുടെ പെർഫോമൻസ്? നവീന്റെ ബിസിനസ് ഒക്കെ ഇതോടെ കാലിയാവോ? നോ ഗാഥ, ഷീസ് പെർഫോമിംഗ് വെൽ. ആക്ച്വലി ഗവൺമെന്റ് ഒഫീഷ്യൽസും മന്ത്രിയുടെ സെക്രട്ടറിയൊക്കെ കൃഷ്ണയുടെ പെർഫോമൻസിൽ നടുങ്ങിയിരിക്കുക. മോളെ, ഗാഥ പറഞ്ഞത് സത്യമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. എനിക്കൊരു ചെറിയ സംശയം കൂടിയുണ്ട്. ഗാഥയെ പോലെ സമൂഹത്തിൽ ഇത്ര ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര സൂക്ഷ്മമായി ഇതൊക്കെ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ ഞാൻ ജീവിച്ച ചുറ്റുപാടിൽ നിന്നും എനിക്ക് കിട്ടിയതാണ് സർ. സത്യത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ തന്നെ വയസ്സായ ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് അച്ഛനമ്മമാര് പഠിപ്പിക്കും. അവര് റോഡ് കടക്കുന്നത് കണ്ട സഹായിക്കണം, അവരുടെ കൂടെ ചെല്ലണം. വഴിയരികില് പ്രായം ചെന്നവര് തളർന്നിരിക്കുന്നതൊക്കെ കണ്ടാലേ അവരോട് ചെന്ന് ചോദിക്കണം, അവർക്ക് വിശക്കുന്നുണ്ടോ അതോ വെള്ളം വേണോ എന്നൊക്കെ. അതൊക്കെ ഞങ്ങളുടെ അമ്മമാർക്ക് നിർബന്ധം. മാത്രല്ല, ചില നേരങ്ങളില് ഈ കായലിലും വെള്ളക്കെട്ടിലൊക്കെ വയസ്സായവര് കാല് തെന്നി വീഴും. അപ്പോ ഒന്നും നോക്കാതെ രക്ഷിച്ചെടുക്കണമെന്ന് പറഞ്ഞ ഞങ്ങളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുന്നെ. സത്യം പറഞ്ഞ എല്ലാ കുട്ടികൾക്കും അങ്ങനെയുള്ളൊരു പരിശീലനം വേണം സർ. നമുക്ക് മുൻപുള്ള തലമുറയെ നോക്കുന്നതും അവർക്ക് നല്ലത് ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ശീലമായിട്ട് മാറിയാ മതി. യു ആർ കറക്റ്റ് ഗാഥ. പക്ഷേ സിത്താര ശ്രീനിവാസനൊപ്പം ജീവിക്കുന്ന മകൾ എങ്ങനെയാണ് ഇത്തരം അനുഭവങ്ങൾ അടുത്തു നിന്ന് കാണുന്നത്? അത് സർ, മമ്മി എന്നെ കെട്ടിയിട്ട് വളർത്തിയതൊന്നുമല്ല. പിന്നെ ഞാൻ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് മമ്മി ആഗ്രഹിച്ചിരുന്നു. അതെ സാർ, ഗാഥയുമായി പരിചയപ്പെട്ട് വളരെ വൈകിയ ശേഷമാണ് എനിക്ക് പോലും ഇത് മനസ്സിലായത്. സിത്താര മേഡത്തിന്റെ നിർബന്ധമായിരുന്നു സമൂഹത്തിലെ എല്ലാ ഉള്ളറകളും മകള് മനസ്സിലാക്കണമെന്ന്. നവീൻ, എന്തായാലും ഇന്നത്തെ മീറ്റിംഗിന്റെ കാര്യം ഞാൻ മിനിസ്റ്ററോട് വ്യക്തമായിട്ട് പറയാം. എനിക്ക് തോന്നുന്നത് മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ നമുക്കിതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യാമെന്നാണ്. അതും മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു ഗാഥ. ഇത് ഗാഥയുടെ പ്രൊജക്റ്റാണ്. പുതിയ നല്ലൊരു ചുവടുവെപ്പാകട്ടെ. താങ്ക് യു സർ. മാം കൃഷ്ണയെന്ന് വിളിക്കുന്നില്ലേ? കൃഷ്ണ ഇത്രയും നല്ലൊരു പെർഫോമൻസ് നടത്തിയതല്ലേ? മാഡം ഒന്ന് വിളിച്ച് ഒരു നല്ല വാക്ക് പറഞ്ഞാല്. ഞാൻ വിളിക്കാം. സിനി, ചിലപ്പോ സാഹചര്യങ്ങളെ തോൽപ്പിച്ച് ജീവിച്ചുകൊണ്ടാവാം അവളുടെ മനസ്സിന് ഇത്രയും ഉൾക്കരുത്ത് വന്നത്. അങ്ങനെ ഒരു ഉൾക്കരുത്തില്ലാതെ അത്രയും വലിയൊരു ആശയം ചിന്തിക്കാനും അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും പറ്റില്ല. എനിവേ, അവൾ വളരെ ടാലന്റഡ് ആണ്.
പറയൂ മമ്മി. അവളെക്കുറിച്ച് മമ്മിയുടെ നാവിൽ നിന്ന് വരുന്ന നല്ല വാക്കുകളൊക്കെ ഞാൻ കേൾക്കട്ടെ. പറയൂ. മോളെ, മമ്മിക്കിപ്പോ എന്നെ പ്രസവിച്ചതില് നാണക്കേട് തോന്നുന്നുണ്ടോ? എന്തൊക്കെയാ നീ ചോദിക്കുന്നേ? എന്താ ഞാൻ ചോദിക്കുന്നതിൽ കാര്യമില്ലേ? ഹ, എനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുകളുണ്ടോ? സമ്പന്നയായ സിത്താര ശ്രീനിവാസന്റെ മകളായി ജനിച്ചു വളർന്നു. കോളേജിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റികൾ, എന്തെങ്കിലും ഒരു കഴിവ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. സോ കഴിവുള്ളവരോട് മമ്മിക്ക് സ്നേഹം തോന്നും. എന്നോടത് തോന്നാനും സാധ്യതയില്ല. ഗാഥ, പറഞ്ഞ നീ വെറുതെ വിഷയങ്ങൾ വഷളാക്കുകയാണ്. എനിക്ക് എന്നും മോളെ നിന്നെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ. നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മകള്. മതി മമ്മി, ഇനി മമ്മി ഇത് എന്നോട് പറയണ്ട. ഐ ആം നോട്ട് പെർഫെക്റ്റ്. മമ്മി എനിക്ക് വേണ്ടി ചെയ്തു എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണ പരാജയമായിരുന്നു. ഓക്കെ, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൃഷ്ണയെ വേഷം കെട്ടി മമ്മി അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ദെൻ വാട്ട് ഹാപ്പൻഡ്? നവീൻ ഇപ്പോ ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവള് കൃഷ്ണയാ. ഓരോ നിമിഷം കഴിയും തോറും അവരുടെ അടുപ്പം കൂടിക്കൊണ്ടേയിരിക്കാം. ഈ 41 ദിവസം കഴിയുമ്പോ താൻ ഗാഥയല്ല കൃഷ്ണയാണെന്ന് പറഞ്ഞാ കൂടെ നവീൻ അവളുടെ അടുത്ത് പോവാൻ പറയുന്ന മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടോന്ന്? അങ്ങനൊന്നും സംഭവിക്കില്ല ഗാഥാ മാഡം. ഗാഥാ മാഡം ആണെന്നുള്ള പരിപൂർണ വിശ്വാസത്തിലാണല്ലോ നവീൻ കൃഷ്ണയോട് പെരുമാറുന്നത്. പ്ലേ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളോട് പോയി പറഞ്ഞാ മതി ഇമാതിരി കഥകളൊക്കെ. സിനിച്ചേച്ചി, നാളെ അവള് മമ്മിയുടെ മുന്നിൽ വന്നു നിന്ന് നവീൻ എനിക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന മമ്മിയെ അത് സമ്മതിച്ചു കൊടുക്കും. ഗാഥ, സ്റ്റോപ്പ് ഇറ്റ്. ആരോപണങ്ങൾ കേട്ടിരിക്കുന്നതിന് ഒരു അതിരുണ്ട്. എന്റെ സിറ്റുവേഷൻ എന്താന്ന് മനസ്സിലാക്കാതെ നീ സംസാരിക്കുന്നത്. മമ്മി ഇപ്പോഴും മമ്മിയുടെ സിറ്റുവേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് സംസാരിക്കാനില്ല. നിന്നെ കുറിച്ചേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. മോളെ, എങ്ങനെയെങ്കിലും ഈ 41 ദിവസം ഒന്ന് കഴിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞാൽ തീരുവല്ല പ്രശ്നമല്ല. തീരും. അത് കഴിഞ്ഞ് എല്ലാം തീരും. അല്ലെങ്കിൽ ഞാനത് തീർക്കും.